الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 13-14 ആയത്തുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തുകളുടെ പാരായണ നിയമവും എങ്ങനെയാണ് തജ്വീദ് അനുസരിച്ച് ഈ ആയത്തുകളെ നമ്മൾ ഓതേണ്ടത് എന്നതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിച്ച് കേൾപ്പിക്കുകയുണ്ടായി. ആ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപ്രകാരം ആ 2 ആയത്തുകളുടെ ശരിയായ ഖിറാഅത്ത് എങ്ങനെയാണ് ആ 2 ആയത്തുകൾ നമ്മൾ ഓതേണ്ടത്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ആ ആയത്ത് ഓതിക്കൊടുത്തത്, അത് പ്രകാരം ആണ് നമ്മൾ ഓതേണ്ടത്. അപ്പോൾ ആ നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കണം. അപ്പോൾ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി ആ ആയത്ത് 2 ആയത്തുകളൊന്ന് ഓതി നോക്കേണ്ടതുണ്ട്. ഒരു 3 തവണ 13-14 ആയത്ത് നമ്മൾ പഠിക്കുന്ന 13-14 ആയത്ത് 3 തവണ ഒന്ന് ആവർത്തിച്ച് എല്ലാവരും ഓതിയതിനു ശേഷം നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓടും. ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം, ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുകയാണ് അല്ലാഹു തആല ഈ ആയത്തുകളിൽ ചെയ്യുന്നത്. അല്ലാഹു കഥകൾ പറയുന്നത് ഒരു കഥ ആസ്വദിക്കുക എന്ന ഒരു കേവലം ഒരു ഉദ്ദേശത്തിലല്ല അല്ലാഹു ഖുർആനിൽ കഥകൾ പറയുക. ഇല്ലാത്ത ഒരു കഥയും ഒരു ഭാവനയുടെ സൃഷ്ടിയായി ഖുർആൻ പറയില്ല. യാഥാർത്ഥ്യങ്ങളാണ് ഖുർആൻ പറയുക. അതും ഖുർആനിന് മുമ്പ്, ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തലമുറകൾ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ തലമുറകളിൽ ഒരുപാട് ഗ്രാമങ്ങളും ഒരുപാട് പട്ടണങ്ങളും ഒരുപാട് സമൂഹങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഖുർആൻ വളരെ എണ്ണപ്പെട്ട ചില ഗ്രാമങ്ങളുടെയും നാടുകളുടെയും കഥ പറയുന്നു. ആ കഥ എന്തിനാണോ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്
എന്തൊരു ലക്ഷ്യമാണ് ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്, അതിലേക്ക് നമ്മെ എത്തിക്കുക എന്നത് മാത്രമാണ് കഴിഞ്ഞ സമൂഹത്തിന്റെ ചരിത്രം പറയുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ കഥ പറയുന്നതിന് തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞു വെച്ചത്, ഈ ഖുർആൻ ഫലം ചെയ്യുന്നത് ഖുർആൻ ഉപകരിക്കുന്നത് ആർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ പറയുന്നത്. ഖുർആൻ ആർക്കാണ് ഫലം ചെയ്യുക? ഈ ദിക്റിനെ അഥവാ ഖുർആനാകുന്ന ഈ ദിക്റിനെ ആര് പിൻപറ്റുന്നുവോ അവർക്കാണ് ഇത് ഫലം ചെയ്യുക. കാരണം അത് പിൻപറ്റുമ്പോൾ സ്വാഭാവികമായും അവന് ഖശിയ റഹ്മാന ബിൽ ഗൈബ് എന്നൊരു അവസ്ഥ ഉണ്ടാകും. സാധാരണ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് ഒരു സ്വകാര്യതയിലാണ്, ആരും കാണുന്നില്ല എന്ന ഉറപ്പിലാണ് മനുഷ്യൻ സാധാരണ തെറ്റ് ചെയ്യുക. അറിയില്ല, പിടിക്കപ്പെടുക എന്ന തോന്നലിൽ നിന്നാണ് എന്ത് തെറ്റും മനുഷ്യൻ ചെയ്യുക. ചെയ്യാത്ത പല തെറ്റുകൾക്ക് കാരണം അത് ആൾക്കാർ അറിയും, അത് പിടിക്കപ്പെടും എന്ന തോന്നലിൽ നിന്നാണ് പല ആൾക്കാരും തെറ്റ് ചെയ്യാതിരിക്കുന്നത്. എന്നാൽ ഇത് രണ്ടുമല്ല, മറിച്ച് അല്ലാഹു ആര് കാണുന്നില്ലെങ്കിലും എത്ര രഹസ്യമായിട്ടാണെങ്കിലും അല്ലാഹു കാണും. നാട്ടുകാർ പിടിക്കുമെന്നോ ആൾക്കാർ അറിയുമെന്നോ പേടിച്ചിട്ടല്ല, മറിച്ച് ഈ തെറ്റ് ചെയ്യരുത് എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്താൽ അല്ലാഹു അറിയും, അല്ലാഹു ശിക്ഷിക്കും. അതാണ് ഖശിയ റഹ്മാന ബിൽ ഗൈബ്. കാണാത്ത അദൃശ്യനായ അല്ലാഹു, അദൃശ്യമായ രൂപത്തിൽ അല്ലാഹുവിനെ പേടിക്കുക. നാട്ടുകാരും മനുഷ്യന്മാർക്ക് കൂടുതലും പേടി, കാണുന്നതിനെയാണ് കൂടുതലും പേടി, അറിയുന്നതിനെയാണ് കൂടുതലും പേടി. പക്ഷെ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ടത് കാണാത്ത, നമ്മൾ അങ്ങോട്ട് കാണാത്ത എന്നാൽ നമ്മളെ ഇങ്ങോട്ട് കാണുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് അവനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. അതാണ് ഖശിയ റഹ്മാന ബിൽ ഗൈബ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്നാലും മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ, കുറ്റങ്ങൾ ഒക്കെ സംഭവിക്കുന്നു. നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട്, അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നന്മകൾ ചെയ്യുന്നവരിലും തിന്മകൾ സംഭവിക്കുന്നു. ഇങ്ങനെ മനുഷ്യർ ജീവിക്കുകയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞു, നാം ആണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അല്ലാഹുവാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. മരിക്കോളം ചെയ്തതൊക്കെ നാം എഴുതി വെച്ചിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങളുടെ പിന്നാലെ വരുന്ന അതിന്റെ അടയാളങ്ങളും അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായി വ്യക്തമായ ഒരു രേഖയിൽ നാം ക്ലിപ്തമാക്കി വെച്ചിട്ടുമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. ഇതിൽ നിന്നൊരു ആശയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഒരുപാട് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനി അള്ളാഹ് പറയാൻ പോകുന്ന ഒരു ഗ്രാമത്തിന്റെ കഥ, ഒരു ഗ്രാമത്തിന്റെ ചരിത്രം ഈ ഇതുവരെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. നമുക്കൊരാൾ പറഞ്ഞു തന്നാൽ ആ നന്മ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. സ്വാഭാവികമായി ഈ ഭൂരിപക്ഷം ആളുകളുടെയും മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ എന്നെ ഉപദേശിക്കാൻ ആരാണ്, എന്നോട് പറയാൻ ആരാണ്, അതൊക്കെ എനിക്ക് തന്നെ അറിയാം, ഞാൻ അതൊക്കെ പഠിച്ചതാണ്, ഞാൻ അതൊക്കെ അറിഞ്ഞതാണ്, എനിക്ക് അതിനെ പറ്റിയൊക്കെ വിവരമുണ്ട് എന്ന ഒരു പൊതുവായ ഒരു മനുഷ്യന്റെ മാനസിക സമീപനം കൊണ്ട് എന്നെ ആരും ഉപദേശിക്കണ്ട, ഞങ്ങൾ ആരും ഉപദേശിക്കാൻ വേണ്ടതില്ല എന്നുള്ള മനുഷ്യരുടെ ഒരു പ്രതികരണം അല്ലാഹു തആല അത്തരം അവസ്ഥകൾക്ക് ഉണ്ടാകുന്ന ദുരന്തം എന്താണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു നാടിന്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞയച്ച ചില പ്രവാചകന്മാരെ, ആ പ്രവാചകന്മാരോട് ആ ജനങ്ങൾ ചെയ്തത് എന്തായിരുന്നു എന്നുള്ള പറയുകയാണ്. നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാകണം എന്നതാണ്. നമ്മൾ സംശയിക്കാൻ പാടില്ല.
നന്മയിലേക്ക് നമ്മളൊരാൾ വിളിക്കുമ്പോൾ ആ നന്മയെക്കുറിച്ച്, ആ നന്മയിലേക്കുള്ള ക്ഷണിക്കുന്ന ആളെ നമ്മൾ സംശയിക്കരുത്. നല്ലതാണോ എങ്കിൽ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. സ്വാഭാവികമായും നമ്മൾ അങ്ങനെയാണ്. ഏതൊരു നന്മയിലേക്ക് നമ്മൾ ക്ഷണിച്ചാലും ക്ഷണിച്ച ആളെ നോക്കണ്ട, ക്ഷണിച്ച വ്യക്തിയെ നോക്കണ്ട, ക്ഷണിക്കുന്ന വിഭാഗത്തെ നോക്കണ്ട. നന്മയാണോ, എനിക്ക് മരണത്തിന് ശേഷം അത് ഉപകാരപ്പെടുമോ, മരിക്കുന്നത് വഴികളിൽ എന്റെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യുമോ, ഇതാണ് ചിന്തിക്കേണ്ടത്. അതല്ലാതെ ആ വ്യക്തിയെ അല്ല നോക്കേണ്ടത്. ഇവിടെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരോട് ജനങ്ങൾ ചെയ്ത അവരുടെ നിലപാട്, അത് നടന്നൊരു ചരിത്രം നമുക്ക് പറഞ്ഞു തരാം. ഇത് നടന്നത് അന്താക്കിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. ഇന്നഹാ മദീനത്തു അന്താക്കിയ. ഇതൊരു അഭിപ്രായം മാത്രമാണ്, ഉറപ്പല്ല. തഫ്സീറുകളിൽ വന്നതാണ് ഇന്നഹാ മദീനത്തു അന്താക്കിയ എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രാമത്തെ കുറിച്ച് അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹദീസ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ മുഫസ്സിറുകളിൽ ചില ആളുകൾ ഇത് ഇന്നൊരു ഗ്രാമമായിരുന്നു, അത് അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമമാണ്, ആ ഗ്രാമത്തിന്റെ പേരതായിരുന്നു എന്ന് പറയുന്നു എന്ന് മാത്രം. ശരി, ഇനി ആയത്തിലേക്ക് വരാം. ഖുർആൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മള് ഖുർആനിലെ ഒരു ശൈലിയാണ് ലറബ മസല. ഇത് എല്ലാവരും എഴുതി വെക്കണം. ലറബ മസല, ലറബ മസല. ശരിക്ക് നമ്മള് ഈ ലറബ എന്ന വാക്ക് നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിലെ നമ്മൾ മദ്രസയിൽ പോയ ആളുകൾ, സ്കൂളൊക്കെ അറിവ് പഠിച്ച ആൾക്കാർക്കാണ് ലറബ എന്ന് പറഞ്ഞാൽ എന്താ. ശരിക്കും ലറബ, ലറബ് എന്ന് പറഞ്ഞാൽ അടിയാണ്. ലറബ്, ലറബ അടിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ ലറബക്ക് അടിച്ചു നല്ല അർത്ഥം, ശ്രദ്ധിക്കണം. മസലൻ, മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ്. മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ലറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്നാണ്. ഉദാഹരണം പറയും, ഉദാഹരണം അടിക്കുക. അപ്പൊ സാധാരണ ഒരു വിറ്റടിക്കുക എന്നൊക്കെ ചില ആൾക്കാർ പറയും. വിറ്റടിച്ചു എന്ന് പറയും. വിറ്റടിച്ചു എന്ന് പറഞ്ഞാൽ വിറ്റ് പറഞ്ഞു എന്നാണ്, അല്ലെ? അപ്പൊ ലറബ ശരിക്കും അടിച്ചു പറഞ്ഞു എന്നാണ് മസലൻ, ഉദാഹരണം പറഞ്ഞു. ഈ ലറബയുടെ അമ്രഫിലാണ് ഈ ലിരിബ്. ഈ ലിരിബ് നീ വിവരിക്കുക, പറയുക, അതാണ് ഈ ലിരിബ്. ആയത്തിൽ എന്താണ് പറയും? ആയത്തിൽ എന്താണ് വൈകി? ആയത്ത് വൈകി എന്താണ്? ആ വാവ് നേരെ പ്ലസ് എന്നാണ്. വാ എന്ന വാക്ക് തൊട്ട് മുകളിലുള്ള ആയത്തുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കാനുള്ള അടയാളമാണ് ആ വാവ്. മനസ്സിലായി? ഇത് വേറെ മുന്നിൽ പറഞ്ഞ ചരിത്രവുമായിട്ട് അതിനെ ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്. ഉദാഹരണം പറയുക. അതിന്റെ അടിയൊരു വാക്കുണ്ട്, അതെന്താ? അതിന്റെ അടിയൊരു വാക്കില്ലേ? ആ ലഹും, അവർക്ക്. ലഹും, അവർക്ക്. ഉഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. ഹും, അവർ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹും അവർ. അവർ ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക്. ലഹും, അവർക്ക് നീ വിവരിച്ചു കൊടുക്കുക. നബിയോട് പറയണം, ലഹും, അവർക്ക് നീ വിവരിച്ചു കൊടുക്കുക. മസലൻ, ഒരു ഉദാഹരണം. ലഹും മസലൻ, അവർക്ക് ഒരു ഉദാഹരണം നീ വിവരിച്ചു കൊടുക്കുക, ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ലഹും മസലൻ. ആരുടെ ഉദാഹരണമാണ്? അസ്ഹാബൽ ഖറിയ. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ. സാഹിബ് എന്നതിന്റെ ബഹുവചനമാണ് അസ്ഹാബ്. അപ്പൊ സാധാരണ നാട്ടിലുള്ള മുഹമ്മദ് സാഹിബ്, അഹമ്മദ് സാഹിബ് എന്നൊക്കെ പറയും. അത് ആ സാഹിബ് എന്നുള്ള അറബി വേർഡാണ്. സാഹിബ്, അതിന്റെ ബഹുവചനമാണ് അസ്ഹാബ്.
നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അസ്ഹാബ് എന്ന് പറയും, സ്വഹാബികൾ എന്നൊക്കെ പറയും. സ്വാഹിബിന്റെ ജമാഅത്ത് അസ്ഹാബ്. സ്വാഹിബ് ജമാഅത്ത് ആളുകൾ, ആളുകൾ. ഒരു വ്യക്തിക്കാണ് സ്വാഹിബ് എന്ന അറബിയിൽ പറയാം. അങ്ങനെ കുറെ ആളുകൾ. ആ ആളുകൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഖറിയ, ഖറിയത്ത് ഗ്രാമം. അപ്പൊ അസ്ഹാബുൽ ഖറിയ, അൽ ഖറിയത്ത് ഗ്രാമം, അൽ ഖറിയ ഗ്രാമം. അപ്പൊ വദീബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. എന്താ കിട്ടുക? ആ ഗ്രാമക്കാരുടെ ഉദാഹരണം അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാവില്ലേ പറഞ്ഞത്? എങ്ങനെയാണെന്ന് പറയാ? വദീബിലഹും, വദീബിലഹും അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക, വിരിച്ചു കൊടുക്കുക. മസലൻ ഉദാഹരണം. ആരുടെ ഉദാഹരണം? അസ്ഹാബൽ ഖറിയ, ഗ്രാമവാസികളുടെ, ഗ്രാമവാസികളുടെ, ഗ്രാമക്കാരുടെ ഉദാഹരണം നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു ഗ്രാമത്തിലെ ആളുകളുടെ ഉദാഹരണം അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. വദീബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ഒരു ഗ്രാമത്തിൽ എന്തെല്ലാം കഥകൾ പറയാനുണ്ടാവും, ഒരു ഗ്രാമത്തെ പറ്റി എന്തെല്ലാം പറയാനുണ്ടാകും. അപ്പൊ ആ ഗ്രാമത്തിന്റെ കഥയില് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അവരിലേക്ക് ദൈവദൂതന്മാർ വന്ന സമയത്തുള്ള കഥ. ഇത് സന്ദർഭം. ഇത് എന്ന് പറഞ്ഞ സന്ദർഭം ഇത് ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്ന വാക്കാണ്. ഇത് സന്ദർഭം. ആ സന്ദർഭമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഏതാണ് സന്ദർഭം? ജാ എന്ന് പറഞ്ഞ വന്നു, ജാ വന്നു. ഇത് ജാ വന്ന സന്ദർഭം, വന്ന സന്ദർഭത്തിലെ സംഭവം. ഈ സന്ദർഭം ജാ വന്നു. ഹ എന്ന് പറഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ അത് അർത്ഥം. ജാ ഹ. ഈ ഹ എന്ന് പറഞ്ഞാൽ എവിടെ വന്നു? കറിയത്തിൽ വന്നു. ആ കറിയത്താണ് ഹ എന്ന് പറഞ്ഞത്. ഇത് ജാ ഹ അവർക്ക് വന്ന സന്ദർഭം, ആ ഗ്രാമക്കാർക്ക് വന്ന സന്ദർഭം. ആരാണ് ആ ഗ്രാമക്കാർക്ക് വന്നത്? അൽ മുർസലൂൻ. മുർസലിന്റെ ജമ്മാണ് മുർസലൂൻ. മുർസൽ എന്ന് പറഞ്ഞാൽ റസൂൽ, ദൈവദൂതൻ. അതിന്റെ ബഹുവചനമാണ് മുർസലൂൻ, ദൈവദൂതന്മാർ. മുർസലൂൻ ദൈവദൂതന്മാർ. മുർസൽ ബഹുവചനമാണ് മുർസലൂൻ. ഈദ് എന്ന് പറഞ്ഞാൽ സന്ദർഭം. ജാ എന്ന് പറഞ്ഞാൽ വന്നു. ജാ ഹ എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നു. അൽ മുർസലൂൻ ദൈവ ദൂതന്മാർ. അപ്പൊ അർത്ഥം പറഞ്ഞാൽ എല്ലാവരും വദീബ് ലഹും അവർക്ക് നീ വിവരിച്ചു കൊടുക്കുക. മസലൻ ഉദാഹരണം വിവരിച്ചു കൊടുക്കുക. അസ്ഹാബൽ ഖറിയ ആ ഗ്രാമക്കാരുടെ, ആ ഗ്രാമക്കാരുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ജാഅൽ മുർസലൂൻ ആ ഗ്രാമക്കാർക്ക് ദൈവദൂതന്മാർ വന്ന സന്ദർഭം. ഇത് ജാഅ അവർക്ക് വന്ന സന്ദർഭം. അവർക്ക് ഈ ഹാ എന്ന് പറഞ്ഞ അസ്ഹാബുൽ ഖറിയാണ്. ജാഅ വന്നു, ജാഅ ഹ എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ ഖറിയ. ആ ഗ്രാമക്കാർക്ക് വന്ന സന്ദർഭം. ആരാ വന്നത്? അൽ മുർസലൂൻ ദൈവദൂതൻ. ദൈവദൂതന്മാർ അവർക്ക് വന്ന സന്ദർഭത്തിലെ അവരുടെ കഥ പറഞ്ഞു കൊടുക്കുക, ചരിത്രം പറഞ്ഞു കൊടുക്കുക. വാക്കിനർത്ഥം മനസ്സിലായോ? ഒരുമിച്ച് അർത്ഥം ചെയ്തോളൂ. ആ ആയത്തിന്റെ ഒരുമിച്ച് അർത്ഥം, 13ാമത്തെ ആയത്തിന്റെ ഒരുമിച്ച് അർത്ഥം. ആ രാജ്യക്കാരെ അല്ലെങ്കിൽ ആ ഗ്രാമവാസികളെ
ഒരു ഉദാഹരണം എന്ന നിലക്ക് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദൈവദൂതന്മാർ അവിടെ ചെന്ന സന്ദർഭം അല്ലെങ്കിൽ അവിടെ വന്ന സന്ദർഭം. ഈ കഥ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി എന്റെ ബാക്കി അടുത്ത ആയത്തും കഥകൾ പറയാണ്ട് അതിന്റെ ഓരോ ഭാഗവും വിശദമായിട്ട് പറയാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. ഒരു കഥ കേൾപ്പിക്കലല്ല അള്ളാന്റെ ഉദ്ദേശം. മറിച്ച് ഈ ഖുർആനിന്റെ സന്ദേശം ഞാൻ പറഞ്ഞ നേരെ തൊട്ടു മേളായിട്ട് എന്ന ആയത്തിലേക്ക്, അതിന്റെ ആശയത്തിലേക്ക് ഈ കഥ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കണം. സൂറത്ത് യാസീൻ ഒരാൾ മരിച്ച് മയ്യത്തായതിന്റെ ശേഷം മയ്യത്തിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഓടിക്കൊടുക്കേണ്ട സൂറത്തല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്ത് പഠിക്കുമ്പോൾ, ഈ സൂറത്തിലെ ഓരോ ആയത്ത് പഠിക്കുമ്പോഴും മരിച്ച മയ്യത്തിന്റെ അടുക്കൽ ഇരുന്നിട്ട് ജീവിതമൊക്കെ കഴിഞ്ഞ്, ജീവിതം മുഴുവൻ തീർന്ന് മരിച്ചതിന് ശേഷം ആ മയ്യത്തിന് ഓടിക്കൊടുക്കേണ്ടതല്ല ഈ സൂറത്ത് എന്ന് ഈ സൂറത്തിലെ ഓരോ ആയത്തും നമുക്ക് പഠിപ്പിച്ചു തരും. ഓരോ ആയത്തും നമുക്ക് മനസ്സിലാക്കി തരും. ജീവിച്ചിരിക്കുമ്പോൾ ഇത് പഠിക്കണം. ഈ സൂറത്ത് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അതിനിടയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു എന്നതിലേക്ക് ഈ പ്രവാചകന്മാർ വന്ന ഗ്രാമത്തിന്റെ ചരിത്രം എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതാണ്. ഇനി ഞാൻ ആദ്യം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഖുർആനാണ് നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം. ഇതില് ഈ ഒരു സംഭവം മാത്രമല്ല, അള്ളാഹു ഖുർആനിന്റെ ഒരു ശൈലിയാണ്. വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ പറയുമ്പോൾ ചില ഉദാഹരണങ്ങൾ പറയുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ചെറിയ വസ്തുവിനെ പോലും ഉദാഹരണമാക്കി പറയുന്നതിൽ ഒരു ലജ്ജയില്ല. അള്ളാഹ്ക്ക് ഒരു ഉദാഹരണം പറയുന്നത്, ഇന്നല്ലാഹ, ശ്രദ്ധിക്കണേ, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദരിബ മസലൻ. അൻ യദരിബ മസലൻ, ശ്രദ്ധിക്കണം ഈ ആയത്തിലെ വാക്ക്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദരിബ മസലൻ. ലറബന മുതലാണ് യദരിബു. അൻ യദരിബ മസലൻ. അള്ളാഹ്ക്ക് ഉദാഹരണം പറയാൻ ഒരു മടിയില്ല. ഇത് സൂറത്ത് അൽ-ബഖറയിലെ 26-ാമത്തെ ആയത്താണ്. ഇത് 2:26. 2:26 ഈ ആയത്തിന്റെ വിശദീകരണം ഞാൻ പറയുന്നത്. 2:26 എന്തിന് ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ നമ്മൾ ഇട്ടാണ്. ഖുർആൻ പഠിക്കാൻ നിയ്യത്ത് വെച്ച ആൾക്കാരാണ്. ഖുർആൻ മരണം വരെ ഖുർആൻ പഠിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് നിയ്യത്ത് വെച്ച് ആഗ്രഹിച്ച് നമ്മൾ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആനിനെ വ്യക്തമായി നമ്മൾ പഠിക്കണം. പുറത്തെങ്ങനെ അതിന്റെ ആശയം പറഞ്ഞ് വയല് പറഞ്ഞ് ഒരു പ്രസംഗം കേട്ട് പോകാനല്ല, മറിച്ച് പഠിക്കാനാണ്. ഇതിലെ ഓരോ വേർഡുകളും ആവർത്തനമാണ്. ആവർത്തിച്ചു വരുമ്പോൾ ഇവിടെ നമ്മളത് പഠിച്ചാൽ ഖുർആനിലെ പല സ്ഥലത്തും ആയത്തുകൾ പറയുമ്പോൾ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഓരോ വേർഡുകൾ പഠിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ ഈ സൂറത്ത് യാസീനിൽ അള്ളാഹ് ആദ്യമായിട്ട് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത്. അപ്പൊ ഖുർആനിൽ മൊത്തത്തിൽ അള്ളാഹ് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ എന്തിനാണ് പറയുന്നത്? ഈ കഥ പഠിക്കുമ്പോൾ, ഈ ഉദാഹരണം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിത് എങ്ങനെ ഫലം ചെയ്യണം എന്നതാണ് ഈ പറയുന്നത്.
ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅൂലതൻ, അതൊരു കൊതുകാകട്ടെ, ബഅൂലത്ത് കൊതുക്, വമാ ഫൗക അതിന് മീതുള്ള എന്താവട്ടെ, അള്ളാഹുവിന് പറയാൻ ഒരു മടിയില്ല. ഒന്ന് മറച്ചുപോയി, ആയത്തൊന്ന് മറച്ചുപോയി, ഒന്ന് മറിച്ച് ആ ആയത്തിലേക്ക് നോക്കിക്കൂടി കുറച്ചുകൂടി നന്നാവും. അൽബക്കറ പെട്ടെന്ന് വായിക്കല്ല, അൽബക്കറ പാർട്ടി കഴിഞ്ഞ അൽബക്കറ, അൽബക്കറയിൽ ആദ്യം 26-ാമത്തെ ആയത്ത്. ശ്രദ്ധിക്കാം. ഇപ്പൊ സൂറത്ത് യാസീനിലെ ഒരു ഗ്രാമത്തിലെ ഉദാഹരണം, രണ്ട് രൂപത്തിൽ മനുഷ്യന്മാർ ഇതിനെ കാണും. ശ്രദ്ധിക്കുക, ഖുർആനിലെ ഉദാഹരണങ്ങളെ ആളുകൾ 2 രൂപത്തിൽ കാണും. 2 രൂപത്തിൽ ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളും. നമ്മൾ അതിൽ ഏതാണ് എന്ന് ചിന്തിക്കണം. ആയത് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യത്തെ ഉദാഹരണം, യാസീന്റെ ആദ്യത്തെ ഉദാഹരണം പഠിക്കാം. അള്ളാഹ് എന്തിനാണ് ഉദാഹരണങ്ങൾ പറയുന്നത്? അത് വസ്തുവാകട്ടെ, സംഭവങ്ങളാകട്ടെ, രാജ്യമാകട്ടെ, രാജ്യക്കാരാവട്ടെ, ചരിത്ര സംഭവങ്ങളാകട്ടെ, അള്ളാഹ് ഉദാഹരണം എടുത്ത് പറയുന്നത് എന്തിന്? അതാണ് ഈ ആയത്ത്. ഏതൊരു ചെറിയ കാര്യവും ഉദാഹരണം പറയാൻ അള്ളാഹ്ക്ക് ലജ്ജയുമില്ല എന്നാൽ ശ്രദ്ധിക്കും. ആയത്തിലേക്ക് ശ്രദ്ധിക്കുക, ആയത്തെ ശ്രദ്ധിക്കുക. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅൂലതൻ ഫമാ ഫൗഖഹ. ഏതൊരു വസ്തുവേയും ഉപമയാക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല. ആ വസ്തു ഒരു കൊതുകാകട്ടെ, അതിലുപരി നിസ്സാരമായ വസ്തുവാകട്ടെ, അള്ളാഹു ഒരു ലജ്ജയുമില്ല. കാരണം അള്ളാഹ് ഉദാഹരണം പറഞ്ഞത് എന്തിനാണ് കേട്ടോളൂ. എന്നാൽ ഈമാനുള്ള ആളുകൾ, വിശ്വാസികളായ ആളുകൾ, ഖുർആനിക ദർശനം ആർക്കാ ഫലിക്കുക? ഈമാനുള്ള ആളുകൾക്ക് ഈമാനുള്ള ആളുകൾക്ക് അവർ മനസ്സിലാക്കും തീർച്ചയായും അത് റബ്ബിൽ നിന്നുള്ള ഹക്കാണ്, സത്യമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കും. അപ്പൊ ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണം എന്തിനു പറഞ്ഞു, അതിൽ നിന്ന് കിട്ടേണ്ട പാഠം എന്താണ് എന്നൊക്കെ അവർ മനസ്സിലാക്കും. അമ്മല്ലദീന കഫറു, എന്നാൽ ഈമാൻ ഇല്ലാത്ത ആൾക്കാർ, കഫർ ആമനെന്ന് പറഞ്ഞിട്ട് കഫർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഈമാൻ ഇല്ലാത്ത ആൾക്കാർ. അവര് ചോദിക്കും, എന്താ ചോദിക്കുക? അല്ലാഹു എന്താ ഉദ്ദേശിച്ചത്? ഈ ഉദാഹരണം കൊണ്ട് അള്ളാഹ് എന്താ ഉദ്ദേശിച്ചത് എന്ന് അവർ ചോദിക്കും. അവർക്കത് പിടുത്തം കിട്ടിയിട്ടില്ല. എന്നിട്ട് അള്ളാഹ് പറയാ യുദില്ലു ബിഹി കസീറ, അള്ളാഹു മുഖേന കുറെ ആൾക്കാർ വഴികളിലേക്ക് പോയി, വയഹ്ദി ബിഹി കസീറ, കുറെ ആളുകൾ ഹിദായത്തിലേക്ക് വരും. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ അധർമ്മകാരികളായ തോന്നിവാസികളായ ആളുകളല്ലാതെ ഇതിന് വഴിതെറ്റിപ്പോവില്ല. എന്ന് ഖുർആൻ. അപ്പൊ മനസ്സിലായി, എന്തിനാണ് മനസ്സിലായല്ലോ? ഇത് വലിയൊരു മാത്രമാണ്. ഈ ഉദാഹരണം അള്ള പറയുന്നത് എന്തിനാണ്? അള്ള പറഞ്ഞ കാര്യം ഹക്കാണ് എന്ന് ബോധ്യപ്പെടാനാണ്. നമ്മളൊരു സംഗതി പറഞ്ഞിട്ട് ഉദാഹരണം നമ്മൾ പറയും അല്ലെ? ആ ഉദാഹരണം എന്തിനാണ്? ആ മേലെ പറഞ്ഞ കാര്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് അല്ലെ? ഒരു തിയറി പറഞ്ഞു എന്നൊരു എക്സാമ്പിൾ പറയാണ്. എന്തിനാണെന്ന് പറഞ്ഞത്? എന്തിനാണ് ആ പറഞ്ഞ കാര്യം പ്രയോഗത്തിൽ കൊണ്ടുവരിക ഉദാഹരണത്തിലൂടെ അല്ലെ? ഇവിടെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞൊരു കാര്യം ഉദാഹരണത്തിലൂടെ അള്ളാഹു തആല പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 വിഭാഗമുണ്ട്.
അതിൽ ഉദാഹരണങ്ങൾ കേൾക്കുമ്പോൾ ഒരു വിഭാഗത്തിന് സത്യമാണ് എന്ന് ബോധ്യപ്പെടും, മറ്റൊരു വിഭാഗം എന്ത് ഇങ്ങനെ അന്തപ്പെട്ടിരിക്കുന്നല്ലാതെ അവർക്കൊന്നും ധൈര്യം കയറൂല. അള്ള പറയാണ് കുറെ ആൾക്കാർ ഇത് തെറ്റിപ്പോകും, കുറെ ആൾക്കാർ ഇമാമുകളും കുറെ ആൾക്കാർ പഠിക്കുകയും ചെയ്യും. ആ ഇതിൽ ഉപയോഗിക്കുന്ന ക്ലാസ്സൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാഹു എന്തിന് ഉദാഹരണങ്ങൾ പറയുന്നു എന്ന് 1, 2, 3 അങ്ങനെ പോയിന്റ് ആയിട്ട് അള്ളാഹുവിലെ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ദുനിയാവിലെ ഒരു ആവശ്യം ശ്രദ്ധിക്കണം. ദുനിയാവിലെ ഒരു ആവശ്യത്തിന് ഒരു വഴി കാണിക്കാൻ ഭൗതികമായി വലിയ അറിവുള്ള ആൾക്കാരൊന്നും വേണമെന്നില്ല. പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം. ദുനിയാവിൽ ഒരു വഴി കാണിക്കാൻ, ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടാൻ ഒരു മാർഗം കാണിക്കാൻ കുറേ വലിയ അറിവുള്ള ആളൊന്നും വേണമെന്നില്ല. നമ്മളിങ്ങനെ കുടുങ്ങി അടങ്ങാനായി നിൽക്കുന്ന സമയത്ത് ഈ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടണം, ഈ കഷ്ടപ്പാടിൽ നിന്നൊന്ന് രക്ഷപ്പെടണം, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. നമുക്ക് വഴിയാ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയൊരു കുട്ടി മതിയോ, അല്ലെങ്കിൽ ചെറിയൊരു വ്യക്തി ഒന്നും വലിയ കൂടുതൽ പഠിച്ചിട്ടൊന്നും ഇല്ലാത്ത ഒരാൾ മതിയോ, എടാ നീ ആ പണി അത് ചെയ്തോ, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. എത്രയോ ആളുകൾ രക്ഷപ്പെട്ട ആൾക്കാർ പറഞ്ഞു കിട്ടിയില്ലെന്ന്. അതൊക്കെ ചിലപ്പോൾ ആരായിരിക്കും അറിയോ, ഏതെങ്കിലും ഒരാളായിരിക്കും. മനസ്സിലായില്ല? പക്ഷെ അതേപോലെയല്ല ഇത് പരലോകത്തിലേക്കുള്ള വഴി. പരലോകത്തിലേക്കുള്ള വഴി അള്ള തന്നെ പറഞ്ഞു തരണം. മാർഗം അള്ള പറയുന്നത് നമ്മൾ കണ്ടെത്തണം. ദുനിയാവ് മെച്ചപ്പെടാൻ ആരെങ്കിലും ചെയ്ത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഫീച്ചറിൽ കണ്ട സംഭവം ഞാൻ പറയാം. ഈ ഗോൾഗേറ്റ് ഉള്ളത്, ടൂത്ത് പേസ്റ്റ് ഗോൾഗേറ്റിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, ഈ ആദ്യം ഈ ടൂത്ത് പേസ്റ്റ് വന്ന ആദ്യത്തെ അതിങ്ങനെ വരുന്ന തുടങ്ങിയ പണ്ട കൊമ്പിക്കയും കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ ടൂത്ത് പേസ്റ്റ് ആയിട്ട് വരുന്ന സമയത്തിന്റെ തുടക്കത്തിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നത് ഈ പിന്നെ സാധാരണ ഈ ഓയിൻമെന്റിന്റെ ട്യൂബായി ഉണ്ടായിരുന്നത്. അതിന് ഓയിൻമെന്റ് അല്ല, അതിന് ട്യൂബായി ഉണ്ടായിരുന്നത് മുറിക്കകത്ത് നിന്ന്. അപ്പോ ഈ പിന്നെ ടൂത്ത് പേസ്റ്റിന്റെ മാർക്കറ്റിംഗ് ഡബിൾ ആക്കണം. ടൂത്ത് പേസ്റ്റിന്റെ മാർക്കറ്റിംഗ് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന്റെ സിഇഒ ഒരു മീറ്റിംഗ് വിളിച്ചു. ഈ മാർക്കറ്റിംഗ് മാനേജർമാരെ മീറ്റിംഗ് വിളിച്ചു. ഇത് മാർക്കറ്റിംഗ് മാനേജർമാരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇരുന്നിട്ട് ഇപ്പോഴതിന്റെ ഡബിൾ ആക്കണം, ഇരട്ടിയാക്കണം മാർക്കറ്റിംഗ്. അതിന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും ആലോചിച്ച് പറഞ്ഞു തന്നാണ്. ഒരു വലിയ വലിയ മാർക്കറ്റിംഗ് മാർക്കറ്റ് മാനേജർമാരാണ്, വലിയ വലിയ MBA അതൊക്കെ എടുത്ത് പാസ്സായി വലിയ ക്വാളിഫിക്കാൻ ഡിഗ്രിയും അതിന്റെ മേലേക്കുള്ള ആൾക്കാരാണ്. ഓർക്കൊന്നും പ്രശ്നമൊന്നുമല്ല. ഓരോ തന്നെ നിസ്സാരാക്കി ഒരാൾ പറഞ്ഞു കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 24 മണിക്കൂർ തരാം, 24 മണിക്കൂർ തരാം. അങ്ങനെ അവരിങ്ങനെ ഇരുന്ന് കുറെ നേരം സ്വന്തം പറഞ്ഞേക്കാം. അവർ മീറ്റിംഗ് കൂടി ഇവരിങ്ങനെ കുറെ ആലോചിക്കും. നമുക്ക് ശരിയാക്കാം, അതൊക്കെ ഒരു ഐഡിയ കിട്ടും, പുതിയ ഐഡിയ കിട്ടും. അങ്ങനെ ആലോചിച്ച് അതിന്റെ അവസാനം പിന്നെ 24 മണിക്കൂർ തീരാൻ പോകാം. അപ്പൊ ഉച്ചഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും വന്നിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സിഒ മീറ്റിംഗ് വിളിക്കും. ആ സിഒന്റെ മുന്നിൽ ഇത് പറഞ്ഞു കൊടുക്കണം. ഈ പുതിയ തന്ത്രം പറഞ്ഞത് ഡബിളാക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം. ഇവര് പിന്നെ കിടന്നിട്ട് ഉയർത്താൻ തുടങ്ങി. കാരണം ഇവർക്ക് ആദ്യം എളുപ്പമാണ് തോന്നിയത്. പിന്നെ എന്തെന്നാലോചിച്ചിട്ടും ഒരു ഐഡിയ വരുന്നില്ല. അപ്പൊ ആദ്യമേ അവർക്ക് ഞാൻ ഈ മീറ്റിങ്ങിലൊക്കെ ചായ കൊണ്ടു കൊടുക്കുന്ന ഒരാളുണ്ട്, ചായ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ പറയേണ്ടത് എന്താണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അവര് സംഭവം ഇയാൾക്ക് അയാൾ പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ. ഇവര് ഈ പെണ്ണോടുന്നത് ഞങ്ങൾ ഈ ഡിഗ്രിയൊക്കെ ഉള്ള ആൾക്കാർ ഇരുന്നിട്ട് ഈ ചായ കൊണ്ടു തരുന്ന ആളെ എന്റെ അഭിപ്രായം ചെയ്യട്ടെ, പിന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ചായ കൊണ്ടു കൊടുക്കുന്ന ആളെ ഇത് ചെയ്യട്ടെ, ഞങ്ങൾക്ക് എന്താ വേണ്ടത്? പോകുന്നതാണ് ഇവരാട്ടി സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം ഉച്ചയ്ക്ക് ചോറുന്നാൻ ഇരിക്കുമ്പോൾ ഇവരെ ഈ ഇടങ്ങല് കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് സമ്മതിക്കും. അപ്പോഴും പറഞ്ഞു പോവാം. ശരി, അവസാനം ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അയാളെ നമുക്കൊന്ന് കേട്ടോ എന്താ പറഞ്ഞു നോക്കാം. അയാൾ പറഞ്ഞു കൊടുത്തതാണ് എന്താ അറിയോ, ഗോൾഗേറ്റിന്റെ അതിന്റെ വായ്വട്ടം കൂട്ടുക.
ടൂത്ത് പേസ്റ്റിന്റെ വായുവട്ടം കൂട്ടോ, വായുവട്ടം കൂട്ടി എന്തുണ്ടാവും? ഇരട്ടി വരും. മാർക്കറ്റിംഗ് ഡബിളായിട്ട് ഇരട്ടി വരും. ഇരട്ടി വരും സാധനം. ഒരാൾ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പൊ 2-3 ആൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഒരാഴ്ച നിൽക്കുന്ന സാധനം 2 ആഴ്ച നിൽക്കുന്ന സാധനം 1 ആഴ്ച കൊണ്ട് സാധനം തീരും. മാർക്കറ്റിംഗ് ഡബിളാവും. ഇത് ഞാനിവിടെ പറഞ്ഞതെന്നു വെച്ചാൽ ദുനിയാവിന്റെ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഉണ്ടാവും വലിയ വലിയ ഡീലൊന്നുമാണ്. ചിലപ്പോൾ ഒരു ചെറിയൊരു നിസ്സാര വ്യക്തിക്ക് ദുനിയാവിന്റെ കാര്യം പറഞ്ഞു തരാൻ പറ്റും, രക്ഷപ്പെടുക. പക്ഷെ മരണത്തിന് ശേഷമുള്ള കാര്യം പറഞ്ഞു തരണമെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൽ കാണാം. ഈ വലിയ എന്തിനാണ് അവിടെ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഉദാഹരണങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ ആ കാര്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ശരിക്കും നമുക്ക് ബോധ്യപ്പെടും. അതാണ് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ, വരുന്ന ആയത്തുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ പഠിക്കണം. കാരണം എന്തറിയോ, ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ ഒരു നിസ്സാരമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവും. അതിനപ്പുറം ചെറിയ ചെറിയ ഒരു ടേണിംഗ് പോയിന്റിലൂടെ നമ്മളാണ് കടന്നാൽ പിന്നെ വിശാലമായ ഒരു ലോകം നമ്മളെ മുന്നിൽ കാണും. അത് വളരെ പ്രധാനപ്പെട്ട നിസ്സാരമായ കാര്യമല്ല. ഒരു ചെറിയ ഒരു ഇട മാത്രമേ ഉള്ളൂ. അതിലൂടെ തന്നെ ഒന്നാണ് പ്രയാസപ്പെട്ട് നേരെ പോകാൻ കഴിയില്ല, ഒന്ന് ചെഞ്ഞ് കടക്കേണ്ടി വരും. പക്ഷെ കടന്നാൽ പിന്നെ നമ്മളെ മുന്നിൽ കാണുന്നത് വിശാലമായ ഒരു ലോകയിലാണ്. അത് ശരിക്കും ജീവിതത്തിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ പഠനം കൊണ്ട് ഖുർആനിന്റെ പഠനം അത് ബോധ്യപ്പെടും. ഇനി പറയാനുള്ള സംഗതികൾ ചെറിയ 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 കാര്യങ്ങൾ, ആ ചെറിയ ഉദാഹരണങ്ങൾ വലിയ തത്വങ്ങളും വലിയ സംഭവങ്ങളും നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെ ഒരു ഖുർആൻ പഠിതാവായ നമ്മുടെ സഹോദരനാണ് നാട്ടിലെ ബൗട്ടി എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം പിന്നെ ശരീരമാകെ വിളക്കുന്ന ഒരവസ്ഥയാണ്. നിൽക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ കൺട്രോൾ കിട്ടാതെ കൈകാര്യം ഇളകിക്കൊണ്ടിരിക്കും. സംസാരിക്കാനും വർത്തമാനം പറയാനൊക്കെ പ്രയാസമാണ്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ബാംഗ്ലൂർ ആശുപത്രിയിൽ മാറ്റത്തായി ഉണ്ടാകും എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട്. പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ പഠിതാവാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സദസ്സിലെ മലായികത്തുകൾ കൂടിയ പ്രാർത്ഥന പങ്കെടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ, രോഗശമനം പ്രദാനം ചെയ്യട്ടെ, പൂർണ്ണ ആരോഗ്യം അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. ധാരാളം 3 ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരുമിച്ചുള്ള യാത്രയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ നൗഷാദിനെ നിങ്ങളോട് യാത്ര പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഞങ്ങള് 3 കൊല്ലമായിട്ട് ഞാൻ ഈ നനക ക്ലാസ് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ ആർട്ടീസ് കേൾക്കുമ്പോഴും ജീവിതത്തിൽ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഓരോ വിഷയം ഓരോ ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കേൾക്കോ പഠിക്കോ എന്നുള്ള ഓരോ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇത്രയും ദൂരം അപ്പോൾ വരുന്നത്. ഏകദേശം പട്ടണമ്പക്കം മൈസൂർ ഏരിയയിലാണ് വരുന്നത്. 10-20 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഈ വരുന്നത്. എന്തെല്ല ഈ ഒരു കാര്യം നമ്മൾ സ്ഥലങ്ങളോട് കുറേ കാലമായി പറയേണ്ടത്. ശേഷം ഈ ഖുർആൻ ഇറങ്ങിയ സ്ഥലമാണ് നേരിട്ട് കാണണമെന്നൊരാഗ്രഹം. പക്ഷെ അതിന് ഒരുപാട് പരിശ്രമിച്ചോ അങ്ങനെ ഫിസിക്കലി പ്രോബ്ലം ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒരാൾ കൂടെ സപ്പോർട്ട് വേണം. അപ്പോൾ അവരെ ഒരു ചിലവും കൂടെ എടുക്കേണ്ടി വരും എന്നൊക്കെ
പറഞ്ഞപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടത് പറ്റാത്ത അവസ്ഥയായിരുന്നു. അൽഹംദുലില്ല ആരൊക്കെയോ പിന്നീട് സഹായിച്ചിട്ടുണ്ട്. അത് ആരാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നില്ല. അൽഹംദുലില്ല എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിന്റെ കൂടെ ഉമ്മറ ചെയ്യാൻ തന്നെ. അൽഹംദുലില്ല എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഇതിലെല്ലാം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്ത എല്ലാവരുടെ വിഷയത്തിലും നമ്മൾ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഈ ഇസ്ലാമിക ചരിത്രം നടന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് കുറെ കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഈജിപ്തും പിന്നെ മറ്റുള്ള ഇസ്ലാമിക ആ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് ചരിത്രഭൂമിയിലൂടെ ഇന്നലെ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതാ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഡയറക്റ്റായിട്ട് അവിടെ പോയി കാണുമ്പോൾ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. മൂസാ നബിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മൂസാ നബി ഒരു മലയ്ക്ക് മുകളിൽ പോകുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഒന്ന് ചെരുപ്പ് കഴിച്ചിട്ടിട്ട് പോകണം. നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ ചെരുപ്പ് കഴിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു സംഭവം സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാൻ അള്ളാഹ് നമ്മളോട് പറയുന്നത് നമ്മൾ ചെരുപ്പ് കഴിച്ചിട്ടിട്ട് കയറണം. ആ ഒരു അനുഭവം നമ്മൾ നേരിട്ട് ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ പോയി നമ്മൾ കാണണമെന്ന് ഒരു ചെറിയ ആശ ഉണ്ട് എനിക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കാണ്. പക്ഷെ അതെനിക്ക് വേണ്ടി ദുആ ചെയ്യും. സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് സാധാരണ പോലെ അടുത്ത ഞായറാഴ്ച പിറ്റേ ഞായറാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മളെ പിന്നെ നസീർക്ക് കുടുംബം ഒരു ഉംറ കഴിഞ്ഞ് വന്നു. അപ്പോൾ നസീർക്കിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് ഞായറാഴ്ച നമ്മളിവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് പോയി ഇവിടെ തന്നെ പറഞ്ഞതാണ് നമ്മളെ നൗഷാദിനെ ഇങ്ങനെ ഉംറക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ ആൾ വേണം, ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, കൊണ്ടുപോകാൻ ആൾ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാം, ഞാൻ തന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പെട്ടെന്ന് അത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പിന്നെ മാത്രമല്ല എന്നെ കൂടെ ചിലവ് മാത്രം കഴിക്കണമെന്നില്ല. അപ്പോൾ എൻ്റെ ചെറിയ മകനും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പിന്നെ ചില ആളുകൾ അവരത് പറയുന്നത് ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള സംഗതികളൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നുമില്ല. യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ യാത്ര പുറപ്പെടും. പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പോകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ദുആകൾ കബൂൽ ചെയ്യുമാറാവട്ടെ. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ഈ ഖുർആൻ പഠനം ഇവിടെ 4 ക്ലാസ് നടക്കുന്നുണ്ട്. ഞാനൊരു മനസ്സിലെ ആശയം പറയുകയാണ്, ഇത് പറയാനേ പറ്റുള്ളൂ. അത് എല്ലാവരും കൂടിയിട്ട് നടപ്പിലാക്കേണ്ടത്. ഒന്ന്, ഈ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഈ പല ഗ്രൂപ്പുകൾ പോകുന്നുണ്ട്. പല ഗ്രൂപ്പുകളും പുറത്ത് പോകുന്നു, പല ആൾക്കാർ ഒറ്റയ്ക്ക് പോകുന്നു, കുടുംബമായിട്ട് പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിൽ ഒരുമിക്കുന്ന ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ച വരുന്ന ആൾക്കാരാണ് ഇവിടെ. എല്ലാ ആൾക്കാരും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ അപൂർവമായിട്ടുള്ള ആക്സിഡൻറ്റീസ് ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവരും കൂടി 2 യാത്ര. ഒന്ന്, പിന്നെ ഒരു റമദാനിൽ ഒരു ഉംറക്ക് പോവുക. റമദാനിലെ ഒരു ഉംറ, അത് 15 ദിവസമാകാം, ഒരു മാസം പറ്റുന്ന ആൾക്കാർക്ക് ഒരു മാസമാകാം. ഒരുമിച്ച് പോവുക. ഒരുമിച്ച് എല്ലാവരും കൂടി പോയിട്ട് ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഒരുമിച്ച് അവിടെ ഉണ്ടാവുക എന്നുള്ളത് ആ മക്കത്തും മദീനത്തും ഉണ്ടാവുക. എന്നിട്ട് അവിടെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ കണ്ടു പഠിക്കാനുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ടത് അത് തദബ്ബുർ ചെയ്ത് ശരിക്കും പഠിക്കേണ്ട സംഗതികളാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നമ്മളെ എപ്പോഴും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് മരിക്കുന്ന സമയത്ത് വരെ നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ. ആ മക്കയും മദീനയും അവിടെ നമ്മൾ ചെലവഴിക്കുന്നതും അവിടെയുള്ള ജമാഅത്തിൽ പങ്കെടുക്കുന്നതും ജമാഅത്തിൽ പങ്കെടുക്കുന്നതും തറാവീഹിലും ഖിയാമുല്ലൈലിലും പങ്കെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങൾ. അപ്പൊ റമദാനിൽ ഒരു യാത്ര, ഈ ചെന്നൈയിലെ ഖുർആൻ പഠിതാക്കൾ ഒരുമിച്ചുള്ള ഒരു യാത്രയെ കുറിച്ചിട്ട് ഒന്ന് ആലോചിക്കുക.
രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന പല സ്ഥലങ്ങളും, ഖുർആനിൽ പറഞ്ഞ പല സ്ഥലങ്ങളും ഇന്ന് ഭൂമിയിൽ പല ഭാഗത്തുള്ള സ്ഥലങ്ങളാണ്. പല ഭാഗത്തുണ്ട്. അതൊക്കെ ഒന്ന് ചെറുതിട്ട് കാണും. ഇപ്പൊ നമ്മൾ തുരിസിന പർവ്വത്തെ കുറിച്ച് എത്രയോ നമ്മൾ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ ആ തുരിസിന പർവ്വതത്തിന് നേരെ ഒന്ന് കയറുക, ആ പർവ്വതത്തിലൊന്ന് നിൽക്കുക, അതൊന്ന് കാണുക. അസ്ഹാബുൽ കഹ്ഫിന്റെ എല്ലാ വെള്ളിയാഴ്ചയും സുഹൃത്തുക്കൾ കൂടുമ്പോൾ ജോർദാൻ, ആ ജോർദാനിലെ റക്കീം താഴ്വര എന്നും അവിടെ ഉണ്ട്. അസ്ഹാബുൽ കഹ്ഫി റക്കീമി കാലും ആയാത്തിനാണ് ജവ. അപ്പൊ ആ ഒരു റക്കീമും അതുപോലെ തന്നെ ആ താഴ്വരയും അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയും അതൊന്ന് നേരിട്ട് കാണാം. അങ്ങനെ പലതും എത്രയോ ലക്ഷങ്ങളും പതിനായിരങ്ങളും നമ്മളിങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചിലവാക്കി പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, കുറച്ചെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട്, നമുക്കിപ്പോ സ്ത്രീകൾക്കൊക്കെ, സ്ത്രീകളാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കട്ടെ. സ്ത്രീകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാർത്ത നടക്കും. സാധാരണ പല സ്ഥലത്തും അങ്ങനെ നടക്കുക. പക്ഷെ അവര് മുൻകൈ ഇട്ട് ഇറങ്ങിയാല് സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളൊക്കെ ഇറങ്ങും. എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് ഇവരെ കൈമിലൊരു വളണ്ടെങ്കിൽ പോയി വരാം. ഇവിടെ ഒരു 3 വളണ്ട്, ഒരു വളണ്ട് എടുത്ത് വെച്ചാൽ മതി, അടുത്ത് വെച്ചാൽ തന്നെ വീണ്ടും പോയി വരാൻ പറ്റും. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ആഗ്രഹം, നമ്മളിങ്ങനെ എന്താ മരിച്ചാൽ പോകും, കുറെ ഭക്ഷണം കഴിച്ച്, കുറെ വസ്ത്രം ധരിച്ച്, കുറെ ടൂർ പോയി, കുറെ കല്യാണ സർക്കാർ നടത്തി, അങ്ങനെ തീരും നമ്മുടെ കാലഘട്ടങ്ങളൊക്കെ. അപ്പൊ അതിനിടക്ക് ഇങ്ങനെയുള്ള ചില ഓർമ്മകളിലേക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടാവുകയെ പോകാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറ്റൂല, അസുഖം. അപ്പൊ ഈ ഇപ്പോഴുള്ള സമയത്ത് തന്നെ പോകാൻ ആഗ്രഹിക്കുക. 2 കാര്യങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും സാക്ഷികളാകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും വലിയ നന്മയായ ഹൈറായ അല്ലാഹുവിന്റെ കലാം പഠിക്കുക എന്ന ഏറ്റവും വലിയ ഹൈറിന് എന്നും സാക്ഷികളാകാൻ, ജീവിതത്തിൽ മുഴുവനും സാക്ഷികളാകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിലും, നമ്മുടെ ഏർപ്പാടിലും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ സ്ഥാപനങ്ങളിലും എല്ലാം അല്ലാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. ആരോഗ്യവും ആഫിയത്തും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസുഖങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളുടെ കെടുതികളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.